നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളൊരു 10-40 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ രണ്ട് ലോകത്താണ് ജീവിക്കുന്നത്. കാരണം നിങ്ങൾ ജനിച്ച ആ കാലഘട്ടത്തിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്തിന്, ലാൻഡ് ഫോൺ പോലും വളരെ വിരളമായിട്ടേ ഉള്ളൂ. ടി വി ഇല്ല. അഥവാ ടി വി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കളർ ടി വി ആയിരിക്കില്ല. അതേപോലെ വെള്ളമടിക്കാനുള്ള ഒരു മോട്ടോർ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യകളില്ലാത്ത കാലഘട്ടത്തിൽ ഒരു ബൈക്കില്ല, മര്യാദയ്ക്ക് സൈക്കിൾ ചവിട്ടിയിട്ടൊക്കെ വേണം യാത്ര ചെയ്യാൻ. കാളവണ്ടിയിലൊക്കെ ആയിരുന്നു നമ്മൾ 40 വർഷത്തിന് മുമ്പ് ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത്. നല്ല എ സി, സിനിമാ ടാക്കീസ് ഇല്ല, എ സി കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജനിച്ച് വളർന്ന് അതനുഭവിച്ച് ജീവിച്ച നിങ്ങൾ ഇന്ന് ഈ തലമുറയോടൊപ്പം ജീവിക്കുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ലോകത്താണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ അന്ന് ജനിച്ചു വളർന്ന ആ ലോകമല്ല ഇന്ന്, ഇത് മറ്റൊരു ലോകമാണ്. ഇന്ന് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ആധുനികയുടെ മടിത്തൊട്ടിലേക്കാണ് പിറന്നു വീഴുന്നത്. മൊബൈൽ, ഇഷ്ടമുള്ള വിവര സാങ്കേതിക വിദ്യകൾ, എന്തറിയണമെങ്കിലും വിരൽത്തുമ്പിൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. വാഹന സൗകര്യങ്ങൾ, അതിവേഗത്തിലോടുന്ന മെട്രോ പോലെയുള്ള ട്രെയിനുകൾ, അതേപോലെ യഥേഷ്ടം ഏത് ചെറിയ സ്റ്റേറ്റുകളിലേക്ക് പോലും വിമാനത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ, ടി വി, അതേപോലെ ഹൈ ക്ലാസ് എ സി തിയേറ്ററുകൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും, കമ്പ്യൂട്ടർ, എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർവൽക്കരണം നടന്നു. എല്ലാ ചെറിയ കുട്ടികൾക്ക് പോലും വിദ്യാലയങ്ങളിലൂടെ കമ്പ്യൂട്ടർ പഠനം സ്വായത്തമാക്കാൻ കഴിയുന്നു. ഈ ഒരു ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സ് പിന്നിട്ട വ്യക്തികൾക്ക് വളരെ കൗതുകമുണർത്തുന്ന ഒരു അനുഭവമായിരിക്കും. പക്ഷേ ഈ തലമുറയിലുള്ളവർക്കൊന്നും പഴയ നമ്മളുടെ ഈ ആധുനിക വിദ്യ വികസിക്കാത്തതിന് മുമ്പേ ഉള്ള ആ കാലഘട്ടത്തിലെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അസ്വാതന്ത്ര്യം അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയൂ എന്നൊരു ചൊല്ലുണ്ട്. എന്ന പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തപ്പിത്തടഞ്ഞ് ജീവിച്ച് ജീവിതം മുന്നേറിയവർക്ക് മാത്രമേ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ വില മനസ്സിലാവൂ. അല്ലാതെ ഇപ്പോൾ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ ധരിക്കുന്നത്, അവർ വളർന്നു വരുമ്പോൾ അവർ ധരിക്കുന്നത് ലോകം പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള, ഈ സാങ്കേതിക വിദ്യ എന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്ന ലാഘവത്തിലാണ് അവർ ഇത് വെച്ച് തട്ടിക്കളിക്കുന്നത്. അങ്ങനെയാണ് പല അപകടങ്ങളിലും ഈ സാങ്കേതിക വിദ്യയെ വളച്ചൊടിച്ച് അവർ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഒരൊറ്റ ആയുസ്സിൽ രണ്ട് ലോകത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. നന്ദി.